സിപിഎമ്മിൽ നിന്നും രാജിവെച്ച മാമ്പഴത്തറ സലീം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം സൃഷ്ടിച്ചുകൊണ്ട് കിഴക്കൻ മേഖലയിൽ രാഷ്ട്രീയ താരമായി. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയെന്ന് ഖ്യാതി നേടിയിരുന്ന ആര്യങ്കാവിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്ര വിജയം നേടി ഭരണസാരഥ്യമേറ്റത്. ആകെയുള്ള 13 സീറ്റുകളിൽ 12 നേടിയെടുക്കുവാൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞത് സിപിഎമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തിയ മാമ്പഴത്തറ സലീമിന്റെ നേതൃത്വത്തിലുള്ളവരായിരുന്നു. ഇടതുപാളയത്തിൽ ശക്തനായി നിലകൊണ്ട് കോൺഗ്രസിനെ ഇക്കാലമത്രയും നിലംപരിശാക്കിയിരുന്നത് മാമ്പഴത്തറ സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയിലെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തിയ സലീമിനെതിരെ സിപിഎം നേതൃത്വം നടപടിയെടുക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ചെങ്കൊടി ഉപേക്ഷിച്ച് സലീം കോൺഗ്രസിന്റെ തട്ടകത്തിലെത്തി ഇടതുകോട്ട തകർക്കാനുള്ള പുതിയ സൂത്രവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുകയായിരുന്നു. മാമ്പഴത്തറ സലീം കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റതോടെ ആര്യങ്കാവിൽ കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ നേതൃത്വത്തിൽ എതിർപ്പുകളും പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പിലെ സ്ഥാനമാനങ്ങൾ മാമ്പഴത്തറ സലീമിന്റെ നിയന്ത്രണത്തിലെത്തിയതോടെ കോൺഗ്രസിൽ എതിർ ഗ്രൂപ്പുകൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങുകയും ചെയ്തിരുന്നു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ കാത്തിരുന്ന ഐ ഗ്രൂപ്പിന് എതിർ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വിജയം നേടാനുമായില്ല. ഇതോടെ ഐ ഗ്രൂപ്പിലെ 3 പഞ്ചായത്ത് അംഗങ്ങൾ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് പാർട്ടി പരിപാടികൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പങ്കെടുത്ത അനുമോദന സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഡിസിസി മെമ്പർ സണ്ണി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റാകാൻ രംഗത്തെത്തിയ കുമാരി മുരുകൻ, കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് അച്ഛൻകോവിൽ രഘുനാഥ് എന്നീ പഞ്ചായത്ത് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് ഏറെ വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്തു. ഗ്രൂപ്പ് പോര് രൂക്ഷമായ കോൺഗ്രസ് കൂടുതൽ വിവാദങ്ങളിലേക്ക് അകപ്പെടും മുമ്പേ 3 പഞ്ചായത്തങ്ങൾക്കെതിരെയും നടപടിയെടുക്കുവാൻ ഒരുങ്ങുകയാണെന്നാണ് സൂചന. ഇതിന്റെ മുന്നോടിയായി പഞ്ചായത്തംഗം സണ്ണി ജോസഫിന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മയിൽ ഷോക്കോസ് നോട്ടീസ് നൽകി സമ്മേളനം ബഹിഷ്കരിച്ചതിന്റെ കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 7 ദിവസത്തിനകം വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും സണ്ണി ജോസഫിനെ പുറത്താക്കുവാനാണ് കോൺഗ്രസിന്റെ നേതാക്കൾ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് ഭരണത്തിൽ 3 പഞ്ചായത്ത് അംഗങ്ങൾ നഷ്ടപ്പെട്ടാലും ഭരണപ്രതിസന്ധി ഉണ്ടാകില്ല എന്നതാണ് ഇവർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുവാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ സണ്ണി ജോസഫിന് ഷോക്കോസ് നോട്ടീസ് നൽകിയ ബ്ലോക്ക് പ്രസിഡന്റ് അച്ഛൻകോവിൽ രഘുനാഥനും കുമാരി മുരുകനും കാരണം കാണിക്കൽ നോട്ടീസ് ഇതുവരെയും നൽകാത്തതിലും ദുരൂഹതയുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രൂപ്പ് നേതാവ് സണ്ണി ജോസഫിനെതിരെ മാത്രം നടപടിയെടുത്താൽ മറ്റുള്ളവർ തങ്ങളുടെ പക്ഷത്തേക്ക് കൂറുമാറുമെന്ന വിശ്വാസമാണ് മാമ്പഴത്തറ സലീമിനും സംഘത്തിനുമുള്ളതെന്നും ശ്രുതിയുണ്ട്. പഞ്ചായത്ത് ഭരണത്തിൽ അട്ടിമറി വിജയം നേടിയെങ്കിലും ആര്യങ്കാവ് ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോമസ് മൈക്കിൾ പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റ് എം വർഗീസിന്റെ മകൻ റിൻസ് വർഗീസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതാണ് തോമസ് മൈക്കിളിന്റെ പരാജയത്തിന് ഇടയാക്കിയത്. 2 വോട്ടുകൾക്കായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. റിബൽ സ്ഥാനാർത്ഥിയായ മകനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കാതിരുന്ന മണ്ഡലം പ്രസിഡന്റ് എം വർഗീസിനെ പുറത്താക്കാനാണ് എതിർ ഗ്രൂപ്പിലെ നേതാക്കളുടെ നീക്കം. വർഗീസിനെ പുറത്താക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കഴുതുരുട്ടിയിലെ യോഗസ്ഥലത്ത് വെച്ച് ആവശ്യപ്പെട്ടതായും ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മയിൽ, ഡിസിസി ജനറൽ സെക്രട്ടറി സിആർ നജീബ് എന്നിവർ ഡിസിസി പ്രസിഡന്റ് കടവൂർ ശിവദാസിന് നൽകിയ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ എം വർഗീസും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന സൂചനയാണുള്ളത്. കരുണാകര വിഭാഗം നേതാവായ വർഗീസിനു പകരം എ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. ഗ്രൂപ്പ് പോരിന്റെ പേരിൽ കോൺഗ്രസിൽ തർക്കങ്ങൾ തുടരുമ്പോഴും ആർഎസ്പിയിൽ നിന്നുള്ള തെന്മലയിലെ നാസർ ഖാൻ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനും മാമ്പഴത്തറ സലീം ശ്രമങ്ങൾ തുടരുകയാണ്. രമേശ് ചെന്നിത്തലയുടെ യോഗത്തിലേക്ക് ആര്യങ്കാവിലെ LDF സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളും ഭർത്താവും ഉൾപ്പെടെയുള്ളവരും പാലരുവി വനസംരക്ഷണ സമിതിയിലെ CPM പ്രവർത്തകരും എത്തിയത് CPMനെയും ഞെട്ടിച്ചിട്ടുണ്ട്. കരവാളൂരിൽ നിന്നും മാമ്പഴത്തറ സലീമിന്റെ ഇടപെടലുകളെ തുടർന്ന് ഒരുപറ്റം CPM പ്രവർത്തകർ കോൺഗ്രസിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. കുളത്തൂപ്പുഴയിൽ CPM നേതാവായിരുന്ന അബ്ദുൽ ഗഫൂറിനെ കോൺഗ്രസിലെത്തിച്ച സലീം കിഴക്കൻ മേഖലയിലാകെ കോൺഗ്രസ് നേതൃത്വത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാകുന്നത് മറ്റു നേതാക്കളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുവാനാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് സലീമിനും സംഘത്തിനുമെതിരെ മറുഭാഗങ്ങൾ തർക്കങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്നതുമാണ് മറുപക്ഷത്തിന്റെ വാദം.